ഇന്ന് ഞാൻ തിരക്കിലൊന്നുമല്ല, ഞാൻ ഇന്ന് റെസ്റ്റിലാണ്. നല്ല ചുമയുണ്ടേ. അപ്പം ഈ ചുമ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഞാനൊന്ന് വിചാരിച്ചു റെസ്റ്റ് എടുക്കാമെന്ന്. അപ്പോൾ അതേ അച്ചിങ്ങ തോരൻ വെക്കാൻ പോവാണ്. ഈ അച്ചിങ്ങ ചില സമയത്ത് എനിക്ക് കാണുമ്പോൾ കലിപ്പാണേ. അപ്പോൾ ഇച്ചിരി അച്ചിങ്ങ മെഴുക്ക് വരട്ടി വെച്ചാലോ? ഓക്കെ, തീ കത്തിച്ചിട്ടുണ്ട്. ഈ അച്ചിങ്ങ കൂട്ടി കൂട്ടി എനിക്കിപ്പോൾ ഇഷ്ടമില്ലാണ്ടായി കേട്ടോ അച്ചിങ്ങ. പക്ഷെ വിനുവിന് ഭയങ്കര ഇഷ്ടമാണ്. വരുമ്പോഴേ ഹായ് അച്ചിങ്ങ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അച്ചിങ്ങ മെഴുക്ക് വരട്ടി വെക്കാൻ പോവാണ്. ഒലിവ് ഓയിൽ ഒഴിക്കാം. ഇവിടെ ഒലിവ് ഓയിൽ ഇല്ല കേട്ടോ, പരിപാടി മുഴുവൻ അയ്യോ പോയി. ഒലിവ് ഓയിൽ ഒഴിച്ചാൽ ശേഷം നമ്മുടെ കടുകിടും. അയ്യോ ചൂടായില്ലായിരുന്നു. ഇപ്പം ഇട്ട് അയ്യോ തീ നിർത്തിയിട്ടേ ഒരു ഡെലിവറി വന്നു. അപ്പം അതിന് പോയതായിരുന്നു. തീ നിർത്തിയിട്ടിട്ട് പോയി എന്ത് ചെയ്യാൻ പറ്റും? പൊട്ടെ എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കും കേട്ടോ. അതിങ്ങനെ ചൂടായി പൊട്ടി വരുമ്പോഴത്തേക്ക് ഇരിക്കുന്നെങ്കിൽ കടുക് എൻ്റെ മേത്ത് തെറിക്കും. കടുക് പൊട്ടി വരട്ടെ. ഈ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും മുളകും കൂടി ഇടാതെ എൻ്റെ മുഖമൊക്കെ ഫുള്ളി നാശമായി പോകും. മുളകിൻ്റെ അരി തെറിക്കുമ്പോഴേ ഈ പാചകമൊക്കെ ഭയങ്കര എളുപ്പമാണെന്നും പറഞ്ഞ് അടുക്കള കിടക്കുമ്പോഴേ അയ്യോ എൻ്റെ മേത്തോട്ട് പൊട്ടിത്തെറിക്കും. ഞാനിതിലൊന്നും ഇല്ല, ഞാൻ ഇതിലൊന്നും ആളല്ല എന്നും പറഞ്ഞിട്ടതേ അവിടെ പോയി നിൽക്കും. അങ്ങനത്തെ ആൾക്കാരാണ് വലിയ വലിയ പാചകക്കാർ. സ്പൂണെടുത്തില്ല. ഭയങ്കര പൊട്ടിത്തെറിക്കില്ല. നമ്മളിങ്ങനെ സിമ്പിളായിട്ട് വീഡിയോ എടുത്തിടുമ്പോൾ ഓ ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന് എല്ലാവരും പറയും അല്ലേ. എന്നേക്കതെല്ലാം തെറിക്കും. രോഗം ഉണ്ടെങ്കിൽ അച്ചിങ്ങ ഇട്ടു കേട്ടോ. ഇത് കുറച്ച് വെള്ളമുണ്ട്, വെള്ളം വേണ്ട. ഇതായിക്കോളിൽ ഉപ്പിടാം. ഉപ്പ് ഇച്ചിരി മുന്നിൽ വെക്കണം. ആ കറിയുടെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. മഞ്ഞൾപ്പൊടി ഒരു മുളക് ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ഞാൻ എരിവുള്ള മുളകാണ്. ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടുവാണേ. നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഇതിന് തട്ടിപ്പൊത്തി വെക്കാന്ന് പറയും. മൂടി വെക്കാം 10 മിനിറ്റ്. അതേ നമ്മുടെ കറി മെഴുക്ക് വരട്ടി, അച്ചിങ്ങ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പൊടിയൊന്നും വാരിയിട്ടുണ്ടെങ്കിൽ പൊടി ഇങ്ങനെ പരണ്ടിരിക്കും. ഇതാ പാകം. മോതയാണ് കേട്ടോ മീൻ കിട്ടിയേക്കണത്. അപ്പം മോതയും കൂടെ കറി വെക്കണം. മീൻ എപ്പോഴും കറി വെക്കുന്നതല്ലേ, അത് കാണിക്കണ്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.